ചെറിയ ഗ്രാമത്തിൽ ചെറിയ കുടുംബത്തിൽ നിന്നും ലോകശ്രദ്ധ നേടിയ വ്യക്തിത്വമായി മാറിയ കഥ. ഇന്ത്യയുടെ തന്നെ അഭിമാനമായ സുന്ദർ പിച്ചായുടെ ജീവിതത്തിലേക്കൊരു എത്തിനോട്ടം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലറിവ് മലയാളി മാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. മധുരയിലെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു ജനനം. തൻ്റെ ചെറുപ്പകാലത്ത് കാറോ ടെലിവിഷനോ താൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. തൻ്റെ അച്ഛൻ വീട്ടിലേക്ക് ടെലിഫോൺ വാങ്ങിയപ്പോൾ മുതൽ എല്ലാവരുടെയും ഫോൺ നമ്പർ മനഃപ്പാഠമാക്കുന്നത് ഒരു ശീലമായിരുന്നു. വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിന്നിരുന്ന സുന്ദർ പിന്നീട് IITയിലേക്കും 1993 IIT പഠനത്തിന് ശേഷം അമേരിക്കയിൽ പോവുകയും ചെയ്തു. ആദ്യം പ്രൊഡക്റ്റ് മാനേജറായി ഒരു കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചു. അതിനുശേഷം വാർട്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA ചെയ്യാൻ പോയി. അവിടെ അദ്ദേഹത്തെ ഒരു ടാലൻറ്റഡ് സ്റ്റുഡൻ്റായിട്ടായിരുന്നു എല്ലാവരും കണ്ടിരുന്നത്. MBAക്ക് ശേഷം അദ്ദേഹം മെക്കൻഷ്യ എന്ന കമ്പനിയിൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായി ജോലി ചെയ്തു. അതിനുശേഷം 2004 ഗൂഗിളിലും സ്ഥാനം പിടിച്ചു. ഗൂഗിൾ ജിമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അപ്പോൾ തന്നെ. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ബ്രൗസറിലായിരുന്നു പ്രവർത്തനം. അതിന് മാറ്റം വരുത്തി ഗൂഗിളിന് തന്നെ സ്വന്തം ബ്രൗസർ ക്രിയേറ്റ് ചെയ്യാം എന്ന ആശയം സുന്ദർ മുന്നോട്ട് വെച്ചു. അങ്ങനെ 2008 അത് ഗൂഗിൾ ക്രോം എന്ന രീതിയിൽ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ലോകത്തിലെ നമ്പർ 1 ബ്രൗസറായി ഗൂഗിൾ ക്രോം മാറിക്കഴിഞ്ഞിരുന്നു. ഇതിലൂടെ സുന്ദർ പിച്ചായ് ലോകശ്രദ്ധ നേടി. ഇതിനുശേഷം ക്രോം OS, ക്രോം ബുക്ക്, ക്രോം കാർഡ് എന്നിവ ഗൂഗിൾ നിരത്തിലിറക്കി. അങ്ങനെ 2008 വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പോസ്റ്റിലും 2012 സീനിയർ വൈസ് പ്രസിഡന്റ് ഓഫ് ക്രോം ആൻഡ് ആപ്സ് എന്നീ തസ്തികകളിലെല്ലാം സുന്ദർ പിച്ചായ് കൈകാര്യം ചെയ്തു. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിലും വലിയൊരു പങ്ക് സുന്ദർ പിച്ചായ് വഹിച്ചിരുന്നു. പിന്നീട് ഗൂഗിളിൻ്റെ തന്നെ പബ്ലിക് ഫിഗറായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. ട്വിറ്ററിൻ്റെ CEO പൊസിഷൻ അദ്ദേഹം വഹിച്ചു. അതിന് പിന്നിൽ തന്നെ ഓഗസ്റ്റ് 10, 2015 ഗൂഗിൾ CEO ആയി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇയർലി സാലറി $2 മില്യൺ, അതായത് ഏകദേശം 14 കോടിയോളം വരും. ഗൂഗിളിൻ്റെ കുറച്ച് ഓഹരി കൂടി അദ്ദേഹത്തിന് സ്വന്തം. അതിലൂടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ നെറ്റ്വർത്ത് ഏകദേശം $600 മില്യൺ, അതായത് 4550 കോടി രൂപയോളം വരും. നിങ്ങൾ എങ്ങനെ ജനിച്ചു എന്നുള്ളതല്ല, നിങ്ങളുടെ ആഗ്രഹവും അതിനോടുള്ള ആത്മാർത്ഥതയുമാണ് പ്രധാനം എന്നുള്ളതാണ് സുന്ദർ പിച്ചായ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്.